വല്ലാത്തൊരു കഷ്ടം. കുഞ്ഞാപ്പോ എന്താണ് കരയണ്? ശരിക്കാ കരയാ? കര തന്നെയാണ് അല്ലേ? അതിനെന്തിനു വെച്ച് കരയുന്നു? എന്താണ് ഉമ്മാക്ക്? പനിയല്ലേ? ഞാൻ അറിഞ്ഞു. ഇമ്മാക്ക് തീരെ വയ്യ. ഇമ്മാനോട് അപ്പോഴാൻ പറഞ്ഞതാണ് പൂർവ്വ വിദ്യാർത്ഥികൾ നബിദിന് എന്താണ് പാട്ടൊക്കെ ഉണ്ട് അത്ര പൂർവ്വ വിദ്യാർത്ഥികളെ അറിഞ്ഞിട്ട്. എന്നിട്ട് എന്നോട് അറിയാന് ഇമ്മാനെ ഓരൊക്കെ വിളിച്ചുകൊണ്ടുപോയി അതാണ്ട് ആദ്യം പോയത്. എന്നിട്ട് എല്ലാവരും കൂടി പോയി പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിട്ട് സ്കൂൾ കൂട്ടായ്മ അല്ലേ മദ്രസയിൽ നബിദിന അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾ നബിദിന പാട്ടും ഡപ്പും മുട്ടൊക്കെ ഉണ്ട് അറിഞ്ഞിട്ട് ഇമ്മിയും ആസാത്തിയും അതിന്റെ അല്ല ഷെർലി ചേച്ചും ഷൈനി ചേച്ചും പോയിക്കണ്. എന്നെ കൊണ്ടായില്ലേ? ഇന്നെ കൊണ്ടായാലും ഞാൻ വിചാറിന് കഴിയണോ അവിടെ ഇങ്ങനെ കൊറേ നേരം ഇരിക്കണ്ടേ. അങ്ങനെ എന്നോട് പറയാ ഇവര് വൈകിട്ടാ വന്നിക്കണത്. വന്നിട്ട് എന്നോട് അറിയാം ഉമ്മാക്ക് മഞ്ഞൊക്കെ കൊണ്ടിട്ട് പനി കുടിച്ച്. അതിന് കുഞ്ഞപ്പോ ഡോക്ടറെ അടുത്ത് കാണിച്ചില്ലേ? ഡോക്ടറെ അടുത്ത് കാണിച്ചല്ലടാ ഇടങ്ങാറായി. അതിനാണ് കാര്യന്? അതിനല്ല ആ കാരണം ഉമ്മാക്ക് എണിക്കാൻ പറ്റില്ല. അത്ര പോരം തിരുമ്പാന്ന് തന്നിട്ടില്ലേ? ഇതൊക്കെ തിരുമ്പണ്ട്. അതിനിപ്പോ എന്തിനാ കാര്യം കുഞ്ഞപ്പോ പെട്ടെന്നാണ് തിരുമ്പി കഴിച്ചൂടെ? പെട്ടെന്ന് എത്ര പോരോ അടിച്ചോരാണ്ട് പാത്രം ഇമ്മ അങ്ങനെ മൂടി പൊതിച്ച് കിടക്കുന്നുണ്ട്. എല്ലാം പണി ഞാൻ എടുക്കണ്ട്. അപ്പൊ ഒരു ദിവസം ഉമ്മ ഇല്ലാത്തതിന് ബുദ്ധിമുട്ടിച്ച് മനസ്സിലാക്കണം. ഞാൻ എന്താ ചെയ്യാ? ഉമ്മണ്ട് തിരുമ്പി തരുമ്പോ എനിക്ക് തോന്നുന്നു അറിയണ്ടല്ലേ? അത് മാത്രല്ല എന്നും ദോശ തരുന്നതാണ്. അതും കിട്ടിയില്ലേ? ഔലി ഒഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് കടയിൽ പോയി ഔലി ഒഴിച്ചു പറഞ്ഞു. ഞാൻ ഒരു പാക്കറ്റ് അടിച്ചു. അതൊക്കെ ഞാൻ തന്നെ തിന്നു. ഉമ്മക്ക് ഒന്നും കൊടുത്തില്ലേ? ഉമ്മ വേണം കുറച്ച് കടി ഉണ്ടാക്കാൻ. ഉമ്മ പറഞ്ഞു ഉമ്മക്ക് പേരായ ഉമ്മ കടി ഉണ്ടാക്കും പറഞ്ഞു. അപ്പൊ അതും തിന്നു. ഒന്നര ഉമ്മക്ക് കൊടുക്കും ഞാൻ. എന്നാ പിന്നെ എപ്പോ എന്ത് തല തിരിച്ച് തിരുമ്പണ്? തല തിരിഞ്ഞിക്കണ് ഇങ്ങനെ തിരുമ്പല്? അല്ല കല്ല് ഇവിടെ നിന്നിട്ടല്ലടാ തിരുമ്പാ. ഇതെന്താ അവിടെ പോയിക്കണ്? അങ്ങനല്ലേ? കണ്ടുപിടിച്ചില്ലേ? പിന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റുക? കുഞ്ഞാപ്പ് വല്ലാത്തൊരു കുഞ്ഞാപ്പ് തന്നെയാണ് ഇത്. ഞാനേ എരുമ കയറണമാതിരി അവിടൊക്കെ കേക്കാണ്ട് എന്റെ കരച്ചല് കേൾക്കണ്ട. അതല്ലേ കേക്കട്ടെ. ആൾക്കാര് കേട്ടിട്ട് എല്ലാരും പറയണം അമ്മാനോട് ഒന്നി ഞാൻ തരം പോന്ന ചെക്കൻ എങ്ങനെ പണിയെടുപ്പിക്കാൻ പാടണ്ട. ഇമ്മാനോട് എല്ലാരും പറയണേ ഇനിയെങ്കിലും ഇമ്മാക്ക് നേരം വെളുക്കണം കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ. മറ്റേത് ഇമ്മ അവിടെ പോയി ഇവിടെ പോയി മറ്റൊരിടത്ത് പോയി ഓര് പറയും ഓരോ മരുവോള് അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താണ് ആശാത്താന്റെ സിഗിയല്ലേ കണ്ടില്ലേ? എനിമിത്തനല്ല ആകെ ഒരു ചെക്കനാ പൊന്നെ സ്വത്തേ അറിഞ്ഞിട്ട് ചെക്കന് മോനെ എന്നോട് പറയാ ആശാത്ത പറയാ ചെക്കന് കല്യാണം കഴിക്കാണ്ട് മുന്നേ പുറത്തേക്ക് പോകുമ്പോ ഇമ്മ അസ്സലാമലൈക്കും ആണ് പറഞ്ഞു പോണ ചെക്കനെ. വരുമ്പോ ഇമ്മ എന്നിട്ട് വരും. ആ ചെക്കന് ആശാത്താന്റെ മോള് വന്നാല് ആ പെണ്ണുങ്ങൾക്ക് അത് കൊടുക്കും ഇത് കൊടുക്കും എല്ലാതും കൊടുക്കും. ഇന്ന് ആ ചെക്കൻ ഇപ്പൊ കല്യാണം കഴിച്ചതിന്റെ ശേഷം ഇമ്മാന്നുള്ളൊരു വിളിയില്ല ചെക്കന്. പെങ്ങള് 2 ദിവസം വന്ന ചെക്കന് ഭാവങ്ങളൊക്കെ മാറി. ചെക്കന് പെങ്ങൾക്ക് മുണ്ടൂല മുണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പെങ്ങൾ ഇവിടെ നിക്കൂലേ? അപ്പൊ എങ്ങനെയുണ്ട് ആ മരിയോളത്ര പ്രത്യേകത? അല്ലാത്തൊരു മരിയാൾ തന്നെയല്ലേ? അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ടാ എനിക്ക് കല്യാണം ഇല്ലാത്തല്ലേ? ഈ ആശാത്തമ്മാനോട് പറഞ്ഞു കൊടുത്തേന്. ഇമ്മാനോട് പറഞ്ഞു കൊടുക്കുന്ന ആശാത്താന്റെ സ്ഥിതി പറയണ്. എന്നോട് പറയാം ആശാത്തക്കാണെങ്കിൽ ഇപ്പൊ എന്താണ് ഒടുക്കിനും പോകണ്ടേ? ഈ പെണ്ണുണ്ടെങ്കിൽ ഒടുക്കിലൊക്കെ പോകാനും പറ്റൂല. ആശാത്തൊക്കെ ഉമ്മാനെ കാണാനും കൂടി ഒക്കെ ഒന്ന് പോവാനുള്ളത്. അപ്പൊ ഈ ഉണ്ടെങ്കിൽ ശരിയാച്ചിപ്പോ പെണ്ണ് ചെക്കനായിട്ടാണ് പോയി. ഇവിടെ ഇല്ല ഇവിടെ ഇല്ല പെണ്ണ്. അല്ലെങ്കിൽ ഒരു മോനല്ലേ ഉള്ളൂ. 10-15 ഇല്ലല്ലോ. ഓനക്ക് ഒരു അലമ്പോലെ ചുണ്ടും ചെറിയ ഒരുക്കി വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ആ പേരെ അവനക്ക് കിട്ടൂലേ? അവനക്ക് ഇപ്പൊ വാടകയ്ക്ക് പോയിക്കാണോ? അത് കേട്ടിട്ട് എന്നോട് പറയാ ഇമ്മ ഒരു കാര്യം വന്നാ ഇപ്പൊ കഴിക്കണ്ട ഇജിപ്പൊ കഴിക്കാനാവട്ടെ ഇനിയിപ്പൊ മൂക്കിന് മുളക് വന്നിട്ടാ പല്ല് വന്നിട്ടാ ഇനി കഴിക്കുക. ഇച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇറങ്ങറായി ഞാന്
ആ പെണ്ണ് വെള്ളം നിൽക്കുക പെണ്ണിന് കൂടി ആ വെള്ളം മുക്കി കൊടുക്കുക ആ പെണ്ണിന് തിരുമ്പുക ഞാൻ സോപ്പ് ഇതന്നെ ഒരു പണി വെച്ചിട്ടിരിക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോ പാത്രം വരാണ്ട് ആ ചായക്കാടിയൊക്കെ ഉണ്ടാക്കും അല്ല ഓള് ചായക്കാടി ഉണ്ടാക്കും മിക്ക പാത്രം പൊറിക്കും. പെണ്ണ് വന്നു നോക്കുവോ? പിന്നെ എങ്ങനെ ഇമ്മ പണിക്ക് പോകുമ്പോ ഞങ്ങളാണ് നമ്മുടെ പണിയെടുത്ത് ചോറൊക്കെ ചായ അടിക്കലൊക്കെ ചെയ്യിക്കാലോ. കണ്ണിട്ട് ഇങ്ങനെ നോക്കിയേക്കാറല്ലേ? മാത്രല്ലടാ ഇവിടെ അടിച്ചോര് ഓള് അടിച്ചോര് മിക്ക പാത്രം മാറിക്കൂടെ ആ ചിന്ത എന്റെ ഉമ്മാക്ക് ഇല്ല. ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞാൻ പറഞ്ഞോണ്ട് കുറച്ച് പോയിക്കടാ. ഇനിയിപ്പോ എന്റെ മുഖമൊക്കെ ആ ഒരു ജാതി ആയിക്കണല്ലോ. രാവിലെ മുതൽ പണിയെടുക്കുക പിന്നെ ജാതി ആവുമോ? അപ്പോഴും മാനു പറഞ്ഞല്ലേ ഞാൻ നബിയത്തിന്റെ പരിപാടി രാത്രി ഒരു കാണാൻ പോകാൻ തെപ്പുമുട്ട് കാണാണ്ടാണ് പോയതാണ്. ഞാൻ ഇറങ്ങറായി. അത് ശരിയായിക്കോളും കുഞ്ഞപ്പോ. ഞാൻ പോട്ടെന്നാ. പോയിക്കോ. അതിന് കല്ല് കെടുത്തുണ്ടായി. അല്ലല്ലേ വെളുക്കാനാ.